ക്രൈസ്തവ സഭയ്ക്ക് അങ്ങ് ഒരുപാട് സംഭാവനകൾ ചെയ്തതായിട്ട് അറിയാം. സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹത്തിന്, ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ഭാരതീയ സമൂഹത്തിന് ആണ് പ്രധാനമായിട്ട് സംഭാവനകൾ എന്ന് പറയാവുന്നത്. പക്ഷേ കൃത്യമായിട്ട് ക്രിസ്ത്യാനികളുടെ കാര്യം മാത്രം പറഞ്ഞാൽ എൻസൈക്ലോപീഡിയ 3 വോള്യത്തിൽ, അത് 73 ആദ്യത്തത്, 72 1-ാം വോള്യം, 2009 3-ാം വോള്യം, അതുപോലെയുള്ള പുസ്തകങ്ങൾ, അത് ഇന്ത്യൻ ചർച്ച് ഹിസ്റ്ററി ക്ലാസിക്സ്, നസ്രാണീസ്, അങ്ങനെ കുറേ പുസ്തകങ്ങൾ മലയാളത്തിൽ, പള്ളിക്കലകളും മറ്റും, അങ്ങനെ കുറേ പുസ്തകങ്ങൾ. പിന്നെ ആദ്യമായിട്ട് മ്യൂസിയങ്ങൾ ഉണ്ടാക്കിയത് ക്രിസ്ത്യൻ കൾച്ചറൽ മ്യൂസിയംസ് ഞാനാണെന്ന് പറയാം. അപ്പോൾ ലൂർദ് കത്തീഡ്രലിൽ ആദ്യത്തെ മ്യൂസിയം 1970 ഇനാഗ്രേറ്റ് ചെയ്തു. പിന്നീട് പാലയൂർ മ്യൂസിയം ഉണ്ടാക്കി. പിന്നീട് കാക്കനാട് സഭയുടെ ആസ്ഥാനത്തുള്ള മ്യൂസിയം ഉണ്ടാക്കിയതിൽ പ്രധാന പങ്ക് എൻ്റെ ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ മ്യൂസിയങ്ങളുണ്ടാക്കി. പിന്നെ കുറേ സെമിനാറുകൾ. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ ഒരു ലേ ലീഡർഷിപ്പ് ട്രെയിനിങ് സ്ഥാപനം തുടങ്ങി 1967. എവിടെയാണ് അത്? ആദ്യത്തെയാണ് ലേ ലീഡർഷിപ്പ്. എവിടെയാണ്? തൃശ്ശൂർ. അത് ഞങ്ങൾ കുറേ ഒരു 100 സെമിനാർ ഞങ്ങൾ ഇതിനടക്കം നടത്തിയിട്ടുണ്ട്. പിന്നെ 1 ഇയർ കോഴ്സസ് നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ക്രിസ്ത്യൻ ഹിസ്റ്ററി കൾച്ചർ, കേരള ക്രിസ്ത്യൻ ഹിസ്റ്ററി കൾച്ചർ. ഏറ്റവും അവസാനത്തിൽ നടത്തിയ ഒരു 1 ഇയർ കോഴ്സാണ് അങ്കമാലിയിൽ. അന്ന് സാരി വന്നു എന്നറിയില്ല. അതിൽ വെച്ചിട്ട് നമ്മൾ എല്ലാവർക്കും ഡിപ്ലോമ കൊടുത്തു. ആ കോഴ്സിന് തന്നെ ക്രിസ്ത്യൻ ചെയർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റും കൊടുത്തു അതിൽ ജയിച്ചവർക്കൊക്കെ. അങ്ങനെ 3-4 1 ഇയർ കോഴ്സസ് നടത്തിയിട്ടുണ്ട്. പിന്നെ കുറേ സെമിനാർ, പിന്നെ മീഡിയ വർക്ക്ഷോപ്പുകൾ കുറേ എണ്ണം നടത്തിയിട്ടുണ്ട്. പിന്നെ ആർട്ട് വർക്ക്ഷോപ്സ് കുറേ നടത്തിയിട്ടുണ്ട്. അതിലത്തൊക്കെ വരച്ച 10-100 പടം ഇവിടെ ഉണ്ട്. അത് 15 കൊല്ലം മുമ്പ് നടത്തിയതിൻ്റെ ഒരു 50 പടം ആർട്ടിസ്റ്റ്, വേറെ പല ആർട്ടിസ്റ്റ് വരച്ചത് കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ചർച്ച് ഹിസ്റ്ററി അസോസിയേഷൻ ഓഫ് ഇന്ത്യ അതിൻ്റെ ചെയർമാനായിരുന്നു, ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡൻറ്റ്. പിന്നെ എന്താണ് പറയുക, കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റി, അത് ഞാനാണ് സ്ഥാപിച്ചത്. അത് കുറേ മീറ്റിങ്സ് നടത്തി. കലയിൽ അങ്ങ് ഒരുപാട് റിസർച്ച് നടത്തിയായിട്ട് അറിയാം. അതേക്കുറിച്ച് പറയാം. പൊതുവെ ഒരു ധാരണ ഉണ്ടായിരുന്നു. ഞാൻ 71 എൻ്റെ എൻസൈക്ലോപീഡിയയുടെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ക്രിസ്ത്യാനികൾക്ക് സംസ്കാരമൊന്നുമില്ല, ക്രിസ്ത്യാനികൾക്ക് കലകളൊന്നുമില്ല. ആകപ്പാടെ അന്ന് കേട്ടിരുന്നത് മാർഗംകളിയാണ്. അതുപോലും അംഗീകരിച്ചിട്ടില്ല. അതിന് മാർഗംകളിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാം. അതായത് മാർഗംകളി അന്ന് നമ്മുടെ കോട്ടയത്ത് ചെറുതായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ അൽമായ നേതൃത്വ പരിശീലന കേന്ദ്രം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നമ്മൾ കുട്ടികളെ മാർഗംകളി പഠിപ്പിക്കാൻ തുടങ്ങി. ഇത് ക്നാനായക്കാരുടെയാണ് ഈ മാർഗംകളി. പക്ഷേ ഇവിടെ നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ അതിനുള്ള ആശാന്മാരെ നമ്മൾ കോട്ടയത്തു നിന്ന് ഞായറാഴ്ചകളിലൂടെ കൊണ്ടുവരും. പക്ഷേ ആശാന്മാരൊക്കെ ചാരായ ഷാപ്പിലാണ് ജോലി ചെയ്യണത് അവിടുത്തെ. അപ്പോൾ അവർക്ക് അന്ന് നല്ല ബിസി ഡേ ആണ്. അപ്പോൾ വരാത്തൊരു വിഷമമുണ്ടായിരുന്നെങ്കിലും അവർക്ക് ഇതിനോടുള്ള താല്പര്യം കൊണ്ട് അവരിവിടെ വന്ന് പഠിപ്പിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ എണ്ണമൊക്കെ കുറഞ്ഞു. അപ്പോൾ ഞാൻ കന്യാസ്ത്രീ അമ്മമാരോട് പറഞ്ഞു, ഇവിടെ നല്ല നമ്മുടെ സ്കൂൾസൊക്കെ ഉണ്ടല്ലോ, അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, ഇത് ശരിക്കും പെണ്ണുങ്ങൾ ഇല്ലതിൽ, ആണുങ്ങളുടെയാണ് ഈ കളി. പക്ഷേ പെൺകുട്ടികളെ, ചെറിയ പെൺകുട്ടികളെ പറഞ്ഞയച്ചൂടെ. അപ്പോൾ അന്നെങ്ങനെയെന്ന് വെച്ചാൽ അരയ്ക്ക് മുകളിൽ ഡ്രസ്സില്ല. അപ്പോൾ വലിയ പെൺകുട്ടികളെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 5-ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ കൊണ്ട് നമുക്ക് പഠിപ്പിക്കാം.
അപ്പോൾ കന്യാസ്ത്രീകൾ പറഞ്ഞു അതൊന്നും ശരിയാവില്ല, എന്നാൽ വേണ്ടെന്ന് പറയാം. അങ്ങനെ ഇരിക്കെ ഞാൻ നമ്മുടെ എന്താ അദ്ദേഹത്തിൻ്റെ പേര്, പണ്ട് ബേബി ജോൺ മന്ത്രിയായിരുന്നു, വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ ആ കാലത്ത് ഞാൻ പോയിട്ട് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയോട് പറഞ്ഞു, ഈ മാർഗംകളി നമ്മുടെ യുവജനോത്സവത്തിൽ പെടുത്തിയാൽ അത് നല്ല ഒരു ഉപയോഗമാവും. അപ്പോൾ അലക്സാണ്ടർ എന്നാണ് അയാളുടെ പേര്, സെക്രട്ടറി. കേരളത്തിൽ 5000 കളിയുണ്ട്, അതൊക്കെ എങ്ങനെ ഞങ്ങൾ ഇതിൽ പെടുത്തണേ? എന്നാ വേണ്ട, അല്ലാണ്ട് പോകുമ്പോൾ. പക്ഷേ പിന്നീട് TM ജേക്കബ് വിദ്യാഭ്യാസ മന്ത്രിയായി. അപ്പോൾ കോട്ടയത്ത് വെച്ച് യുവജനോത്സവം നടത്തുമ്പോൾ ഞാൻ എന്നെ ഒരു ജഡ്ജിയായിട്ട്, 2 ഇംഗ്ലീഷുകാരെയാണ്, ഇംഗ്ലീഷിൻ്റെയാണ് വിളിക്കുന്നത്, എലക്വിഷനും പദ്യോച്ചാരണോ എന്തോ രണ്ടെണ്ണത്തിൽ ജഡ്ജിയാക്കിയാലേ കുറച്ച് പൈസ ഉണ്ടാവുള്ളൂ, 300 രൂപയാണ്. അപ്പോൾ 600 രൂപ കിട്ടിയാലെങ്കിൽ വണ്ടിക്കൂലി കിട്ടില്ല. അപ്പോൾ 2 എണ്ണത്തിൽ ജഡ്ജിയാക്കും. അങ്ങനെ അപ്പോൾ അന്ന് രാത്രി ഈ കഥകളി രാത്രി മുഴുവൻ ഉണ്ടാവും, കുറേ ആളുകളുണ്ടല്ലോ. അപ്പോൾ ഞാനത് കാണാനായിരുന്നു. അപ്പോൾ TN ജേക്കബ് എൻ്റെ മുമ്പിലിരിക്കുന്നുണ്ട്, ചിത്രം നമ്പൂതിരിപ്പാട് അങ്ങോട്ട് അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ചിത്രം നമ്പൂതിരിപ്പാട് പറഞ്ഞു, ഇപ്പോൾ ഓരോരുത്തരുടെ കഥകളിയാണല്ലോ ഉള്ളൂ, പക്ഷെ നമുക്ക് ഗ്രൂപ്പ് കഥകളിയും കൂടി വേണം. അപ്പോൾ ജേക്കബ് പറഞ്ഞു നമുക്കതും കൂടി പെടുത്താം. അപ്പം ഇങ്ങോട്ട് പറഞ്ഞു ഗ്രൂപ്പ് കഥ, പിന്നെ അതുപോലെ 1-2 കാര്യങ്ങൾ പറഞ്ഞു, ഒക്കെ പെടുത്താമെന്ന് ഇയാൾ പറഞ്ഞു. നാളെ ഞാൻ പ്രസ് കോൺഫറൻസ് നടത്തി ഇത് പ്രഖ്യാപിക്കാം എന്ന് ജേക്കബ് പറഞ്ഞു. ഇത് കേട്ടത് പാതി കേൾക്കാത്തത് പാതി. ഞാൻ നമ്മുടെ മനോരമയിലേക്ക് പോയി. അവിടെ JP തോട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഒരു എഡിറ്റർ ഉണ്ടായിരുന്നു. അച്ഛനായിരുന്നു മുമ്പ്, CMA അച്ഛനാണ്, അച്ഛനായാണ്. ഞാൻ ഈ അച്ഛനോട് പറഞ്ഞേ, ജേക്കബിൻ്റെ വലിയ ഫ്രണ്ടാണ് ഈ അച്ഛൻ. അപ്പോൾ ഇന്ന് നാളെ കാലത്ത് ഒരു പ്രസ് കോൺഫറൻസ് നടത്തും. അപ്പോൾ അതിൽ മാർഗം കളി യുവജനോത്സവത്തിൽ ഉൾപ്പെടുത്താം, അതിനെക്കുറിച്ച് പരിഗണിക്കാം എന്നൊന്ന് പറയിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അത് മിഡ് നൈറ്റാണ്. അപ്പോൾ ആദ്യം ചെന്നപ്പോൾ ഇയാളെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇയാൾ എഡിറ്റോറിയൽ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ വന്നു, ഞാനിത് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞാൽ അവിടുത്തെ ട്രാവലേഴ്സ് ബംഗ്ലാവിലാണ് ജേക്കബ് താമസിക്കുന്നത്. അപ്പോൾ അച്ഛൻ അവിടെ പോയി കുടിച്ച് ഒക്കെ ഭംഗിയായിട്ട് അവിടെ ഭക്ഷണമൊക്കെ കഴിക്കും. അപ്പോൾ ആ സമയത്ത് പറയാമെന്ന് പറഞ്ഞു. എനിക്ക് നല്ല ഉറപ്പൊന്നുമില്ല, ഇതെന്താ ചെയ്യാനുണ്ടാവുമോ എന്ന് സംശയമാണ്. പക്ഷെ പിറ്റേ ദിവസത്തെ പ്രസ് കോൺഫറൻസിൽ അങ്ങോട്ട് പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞു ഗ്രൂപ്പ് കഥകളിയും മറ്റതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു മാർഗം കളിയും പരിചമുട്ട് കളിയും ഇനിയത്തെ എന്താ പറയുക യുവജനോത്സവത്തിൽ ഉൾപ്പെടുത്താവുന്ന കാര്യമാണ്, അത് ഞാൻ ചിന്തിക്കും എന്ന് അയാൾ പറഞ്ഞു. പ്രൊവൈഡഡ് ദർ ആർ സഫിഷ്യൻറ്റ് കോമ്പറ്റിറ്റേഴ്സ്. കാരണം അവസാനം വരുമ്പോൾ 3 ടീമെങ്കിലും വേണം. അപ്പോൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു 3 ടീം വേണം. അപ്പോൾ എല്ലാ സബ് ഡിസ്ട്രിക്റ്റിലും വേണം. അപ്പോൾ ആ കോമ്പറ്റിറ്റേഴ്സ് അവിടം വരെ എത്തുകയാണെങ്കിൽ ഇത് ഉൾപ്പെടുത്താമെന്ന് പറയും. നമ്മുടെ പത്രത്തിലൊക്കെ ഈ പറഞ്ഞപ്പോൾ ഇത് കാര്യമായിട്ട് ഇടിച്ചു. അന്ന് കൊളംബിയറാണ് നമ്മുടെ ദീപികയിൽ. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇതൊന്ന് വലുതാക്കി ഇടണം, കാരണം മന്ത്രി ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പോൾ ഒരിക്കൽ പറഞ്ഞത് പത്രത്തിൽ വന്നു കഴിയുമ്പോൾ പിന്നെ പിന്നാക്കം പോകും, വിഷമവും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പഴയ കന്യാസ്ത്രീകളുണ്ടല്ലോ നമ്മുടെ ഇവിടെ 3 വലിയ സ്കൂളുണ്ട്, സേക്രഡ് ഹാർട്ട്, ക്ലാര ഒക്കെ ഉണ്ട്. അവിടെ ചെന്ന് കന്യാസ്ത്രീകളോട് പറഞ്ഞാൽ ഇതിപ്പോൾ യുവജനോത്സവത്തിൽ പെടുത്തും, പക്ഷെ അതിന് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിലേ പെടുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഉടനെ നിങ്ങൾ ഇത് ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് ആരെയും വേണ്ടെങ്കിൽ അറിയിക്കുന്നത്. അപ്പോൾ കന്യാസ്ത്രീകൾക്ക് ഭയങ്കര താല്പര്യമായി. കാരണം ഗ്രേഡ് കിട്ടും, സമ്മാനം കിട്ടും. മുമ്പ് പറ്റില്ല എന്ന് പറഞ്ഞവരാ ഇപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങളുണ്ട്. അങ്ങനെ അപ്പോഴത്തേക്ക് മറക്കുന്ന സമയമായിരുന്നു. എന്തോ അപ്പോഴത്തേക്കും ഇവിടെ മറക്കുന്ന സമയമായോ? അല്ലല്ല, അങ്ങനെ അല്ല, ആ മറക്കാത്ത പരിപാടി വിട്ടു. മറച്ചിട്ട് നമ്മുടെ പഴയ ഡ്രസ്സ് ഉണ്ടല്ലോ അത് വെച്ച് ഈ ചട്ടയും മുണ്ടൊക്കെ എടുത്ത് ആക്കാന്ന് വെച്ചു. അല്ല അതിപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവസാനം ആ 3 ടീം അവസാനം ഉണ്ടായി.
അപ്പോൾ അത് പെടുത്തി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ മാർഗംകളിക്ക് ഭയങ്കര ഡിമാൻഡായി. അതെ, എല്ലാ സ്കൂളുകളിലും അത്. അപ്പൊ എല്ലാ സ്കൂളുകാരും വിടുമല്ലോ, കാരണം സമ്മാനം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ പ്രത്യേകത കൊണ്ടോ നമ്മുടെ താല്പര്യം കൊണ്ടോ അല്ല ഇവരത് പെടുത്തിയത്. സമ്മാനം കിട്ടുമല്ലോ, അപ്പം കന്യാസ്ത്രീകൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ കിട്ടും. ഈ കളരി പാരമ്പര്യം ക്രൈസ്തവർക്കുണ്ട്. മാണിക്കത്തനാരൊക്കെ ഭയങ്കര കളരിക്കാരനായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പണിക്കർമാരാണ് ഇത് ചെയ്തിരുന്നത്. തിരുവല്ല ഭാഗത്തൊക്കെ പണിക്കർ ഫാമിലീസ് ഉണ്ട്, അവരാണ് ഇതിൻ്റെ ഗുരുക്കളായിരുന്നത്. പക്ഷെ ഇപ്പം അതൊന്നും അവിടെയൊന്നുമില്ല. പക്ഷേ കളരി ഇപ്പം തൃശ്ശൂർ 1-2 ഉണ്ട്. അതിപ്പോൾ ക്രിസ്ത്യാനികളുടെ ഒന്നുമല്ല, പൊതുവേ ഉള്ളത്. അപ്പം അതിൽ കുറച്ച് ക്രിസ്ത്യാനികളും പോകുന്നുണ്ടെന്നുള്ളൂ. പക്ഷേ അന്ന് കാലത്ത് എല്ലാ വീട്ടിലുമുള്ള എലിജിബിൾ യങ് മെൻ കളരി പഠിച്ചിരുന്നു. നസ്രാണി സൈന്യം ഉണ്ടായിരുന്നു, നസ്രാണികൾക്കൊരു സൈന്യം ഉണ്ടായിരുന്നു പണ്ട്. അതെ. അപ്പം അത് മാത്രമല്ല, നസ്രാണികൾ എത്രയുണ്ടോ ഒരു രാജാവിൻ്റെ അതനുസരിച്ചാണ് ആ രാജാവിൻ്റെ ശക്തിയായിരുന്നത്. കാരണം ഈ നസ്രാണി സോൾജേഴ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മനസിസ് വന്നപ്പോൾ, മനസിസ് മെത്രാപ്പൊലീത്ത വന്നപ്പോൾ അദ്ദേഹം അർക്കതയാക്കോനെ ഒരു സംഭാഷണത്തിന് ക്ഷണിച്ചു. അപ്പം അങ്ങ് ഒരു 3000 പട്ടാളക്കാരുമായിട്ടാണ് ചെന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ അയാൾക്ക് പേടിയായി. എന്താണെന്ന് വെച്ചാൽ പോർച്ചുഗീസുകാർ കുറച്ച് പേരുള്ളൂ, ഇവർ വേണമെങ്കിൽ തട്ടിക്കളിയും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇനി എന്നെ കാണാൻ വരുമ്പോൾ തനിച്ച് വന്നാൽ മതി, ഇങ്ങനെ ആളൊന്നും വേണ്ട എന്ന് പറഞ്ഞു. കാരണം അപ്പോൾ 3000 പട്ടാളമായിട്ടാണ് ചെല്ലുന്നത്. അത്ര ശക്തി നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ എന്താ ഉള്ളത്, പഴയതൊന്നും ഇപ്പം ഇല്ല നമുക്ക്. ഈ കൊച്ചി രാജാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് നസ്രാണികൾ തന്നെയാണ്. അത് കൊച്ചി രാജാവിൻ്റെ മാത്രമല്ല, ഇപ്പോൾ വടക്കൻകൂറ് കുന്നശ്ശേരിയല്ലേ അവിടെ ദിവാനായിരുന്നത്, കുന്നശ്ശേരിയുടെ ഫാമിലിയിൽ നിന്ന്. അപ്പോൾ അതായിരുന്നു. പക്ഷേ അതൊക്കെ പിന്നെ ഈ വർഗീയത കൊണ്ടും പിന്നെ തിരുവിതാംകൂറിൽ ക്രിസ്ത്യാനികൾക്ക് സ്ഥാനം കുറവാണ് കൊടുത്തിരുന്നത്. പ്രത്യേകിച്ച് അവിടുത്തെ രാജാവും അവരൊന്നും വലിയ കാര്യം. കൊച്ചിയിൽ നസ്രാണികൾ കഴിഞ്ഞിട്ട് രാജാവിനും വേറെ ആരും അങ്ങനെയായിരുന്നു. ഈ കൊച്ചി രാജാവിൻ്റെ കിരീടം ഉറയ്ക്കണമെങ്കിൽ നസ്രാണി സൈന്യം ചെന്ന് തൊപ്പി കൊടുക്കണം. അങ്ങനെ ചില കസ്റ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കുറവലിങ്ങാട്ടെന്ന് 30 പട്ടാളക്കാർ ചെന്ന് അർക്കാദിയാക്കാനാണ് സ്ഥാനം കൊടുക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അല്ല, അത് അങ്ങനെയുണ്ട്. ഒരു കഷ്ടമായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇപ്പം എൻ്റെ അപ്പാപ്പൻ രാജ്യസദസ്സിലൊക്കെ ഇരിക്കേണ്ടത്. അത് തിരുവിതാംകൂറിലൊന്നും അങ്ങോട്ട് അടുപ്പിക്കില്ല ഉണ്ടായിരുന്നു. കുറവലിങ്ങാട് അവിടെയാണ് ഈ 4 കുടുംബക്കാർ ആദ്യം വന്നത്. ഏതൊക്കെയാ? അതറിയാലോ. കാളികാവ്, ശങ്കരപുരി, പകലോമറ്റം, ശങ്കരപുരി, പാലയൂരിന്ന് വന്നവരല്ലേ? പാലയൂരിന്ന് ഒക്കെ പാലയൂരിന്ന് പോയി എന്നാണ് പറയുന്നത്. അവരവിടെ ഇപ്പൊ തന്നെ കുറെ വലിയ ആൾക്കാരൊക്കെ ഇപ്പോൾ ക്ലീമിസ് പാലയൂരിന്ന് പോയതാണ്, അങ്ങനെ പലരും. അപ്പോൾ അവരൊക്കെ അവിടെ ചെന്നപ്പോൾ 105 എന്നൊക്കെയാണ് നമ്മൾ പറയണല്ലോ. പക്ഷേ അപ്പോൾ അവരുടെ പിൻതലമുറക്കാർ മൈഗ്രേറ്റ് ചെയ്ത് പല സ്ഥലത്തും പോയി. എല്ലായിടത്തും ഈ ഫാമിലികളുണ്ട്. പകലോമറ്റത്തിന് 250 ബ്രാഞ്ചിൽ നമ്മുടെ ഒരാൾ നമ്മുടെ മീറ്റിങ്ങിൽ വരാറുണ്ട്, അതിൻ്റെ സെക്രട്ടറി ജോയി പ്ലാത്തോട്ടം. അപ്പോൾ പുള്ളി പറഞ്ഞത് അവർക്ക് 200, അന്ന് ഇപ്പോൾ കൂടുതലുണ്ടാവും, 250 ബ്രാഞ്ചുണ്ട്. അപ്പോൾ തിരുവിതാംകൂറിലുള്ള ക്രിസ്ത്യാനികൾ മിക്കവാറും ഈ കുറവലങ്ങാടെന്നുള്ള 4 ഫാമിലീസ് സ്പ്രെഡ് ചെയ്തതാണ്. സാറേ ഇത് ഫാമിലിപ്പെട്ടതാ? ഞാനതിലൊന്നും പെട്ടതല്ല. ഇവിടത്തുകാർക്ക് ഈ 4 ഫാമിലി വലിയ കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ എത്രയോ ഫാമിലികൾ ഉണ്ടായിട്ടുണ്ട്. പറവൂര് മേനാച്ചേരി ഉണ്ട്. അല്ല, മേനാച്ചേരി എല്ലായിടത്തും ഉണ്ട്. മാണിയുടെ മരുമകൻ മേനാച്ചേരി, ജോസഫിൻ്റെ ഭാര്യ മേനാച്ചേരി. അപ്പം അതെല്ലായിടത്തും ഉണ്ട്, പല സ്ഥലത്താണ്. അതൊന്നും ഒരു ഫാമിലി ഒന്നുമല്ല. ഇവിടുത്തെ ആദ്യത്തെ മെത്രാൻ മേനാച്ചേരി. ഈ തച്ചിൽ മാത്തുത്തരകൻ വലിയ സാമ്പത്തിക ശക്തിയും മിടുക്കുമുള്ള ആളായിരുന്നു. കൊച്ചി രാജാവിന് അദ്ദേഹത്തിന് വലിയ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രോവർബുണ്ട്,
അമ്പലവാസികളൊക്കെ പോട്ടെ, മാത്തുത്തരകൻ ഇവിടെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ്. ശരി. അപ്പം തിരുവിതാംകൂർ ആലപ്പുഴയിൽ ഇയാൾ കുറേ ബിസിനസ്സൊക്കെ തുടങ്ങി, കണ്ടമാനം പൈസയാണ്. അപ്പോൾ രാജാവിന് വരെ കടം കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. പക്ഷെ അവസാനം എനിക്ക് വേണം വേലുത്തമ്പിയാണ് വന്നപ്പോഴും മറ്റോന് ക്രിസ്ത്യാനിയോട് അത്ര താല്പര്യമില്ല. അപ്പോൾ അയാളെ പെർസിക്യൂട്ട് ചെയ്തു, അയാളുടെ ചെവി വെട്ടി കൊന്നുകളഞ്ഞു. പിന്നീട് സ്വർണം കൊണ്ടൊരു ചെവി ഉണ്ടായി ആരങ്ങോട്ട് കൊടുത്തു എന്ന് ഒരു പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ പൈസ പിന്നെ ഒരിക്കലും തിരിച്ചു കൊടുത്തിട്ടില്ലെന്നാണ്. 15,000 വരാഹം കൊടുത്തിട്ട് രാജാവ് തിരിച്ചു കൊടുത്തില്ല. അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് വലിയ സ്ഥാനം കേരളത്തിലുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ തന്നെ അതൊക്കെ കളഞ്ഞ് ഇപ്പോൾ ഒരുവിധം ക്ലീനാക്കിയിട്ടുണ്ട്. തച്ചിൽ മാത്തുത്തരകൻ്റെ കഥ എന്താ ബെൻകർ സാർ? തച്ചിൽ മാത്തുത്തരകൻ ഒരു ക്രൈസ്തവ വർത്തക പ്രമാണിയാണ്, വലിയ വ്യാപാരിയാണ് ആലപ്പുഴയിൽ. അദ്ദേഹം ഈ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിന്നിട്ട് നല്ല ഒന്നാന്തരം തേക്കും തടികളും അതേപോലെ നൈനിത്തടികൾ, ഇരുമ്പകം, തമ്പകം പോലെയുള്ള വിലയേറിയിട്ടുള്ള മരങ്ങൾ ഇവിടെ നിന്നിട്ട് അറബി നാടുകളിലേക്കും മറ്റും കപ്പലുകളിൽ, പായ്ക്കപ്പലുകളിൽ കെട്ടി കച്ചവടം ചെയ്ത് വലിയ സമ്പന്നനായിരുന്നു. അങ്ങനെ ഇദ്ദേഹം വാസ്തവത്തിൽ കേരളത്തിലെന്ന് പറഞ്ഞുകൂടാ, കേരളത്തിൽ നിന്ന് പറയുകയാണെങ്കിലും തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ ധനാഢ്യനായിട്ടുള്ള വ്യാപാരി പ്രമുഖനായിരുന്നു. അപ്പോൾ അന്ന് തിരുവിതാംകൂർ രാജാവിന് സാമ്പത്തികമായിട്ടുള്ള വലിയ ഞെരുക്കമുണ്ടായപ്പോൾ, ആ ഞെരുക്കം എന്ന് പറയുന്നത് പട്ടാളക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല, ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല. കൊട്ടാരത്തിലെ അന്തഃപുര ജനങ്ങൾക്ക് തന്നെ ആവശ്യത്തിനുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും അതേപോലുള്ള ആർഭാടപൂർവമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്നൊരു സമൂഹമാണല്ലോ കൊട്ടാരത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു സാമ്പത്തിക വരുമാനം ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. അന്ന് നിസ്സാരമായിട്ടുള്ള ഇപ്പോൾ തലക്കരം, മുലക്കരം, മീശക്കരം, അതേപോലെയുള്ള ചെറിയ ചെറിയ കരങ്ങൾ കൊണ്ട് എല്ലാത്തിനും നികുതി കിട്ടും. പക്ഷെ ആ നികുതി കിട്ടിയാലൊന്നും സർക്കാരിൻ്റെ ഖജനാവിൽ പണം നിറയില്ല. ഒരു രാജാവ് മാത്തുത്തരകൻ്റെ കയ്യിൽ നിന്നിട്ട് ആ കാലത്ത് 15 ലക്ഷം രൂപ സർക്കാർ കടം. അന്ന് കേരളത്തിൻ്റെ പകുതി സ്ഥലത്തിൻ്റെ വിലയാണത്. അന്ന് ഒരു ചക്രത്തിന് 1 ഏക്കർ സ്ഥലം കിട്ടുന്നതാണ്. ഒരു ചക്രം എന്ന് വെച്ചാൽ 1 രൂപയ്ക്ക് 16 ചക്രമാണ്. ആ കാലത്താണ് 15 ലക്ഷം രൂപ കടം കൊടുത്തത്. ഈ കടം കൊടുത്തത് അവിടെ നിന്ന് അങ്ങനെ അദ്ദേഹത്തിന് അവർ വലിയ സ്ഥാനം കൊടുത്തു. അതോടൊപ്പം തന്നെ ധനകാര്യമന്ത്രി കൂടെ ആക്കി എന്നുള്ളതാണ്. കാരണം പൈസ അങ്ങനെയാണല്ലോ. പക്ഷേ പിന്നീട് ഈ പൈസ കൊടുക്കാനോ പൈസയ്ക്കൊരു പലിശ കൊടുക്കാനോ പോലും രാജാവിനുള്ള സാമ്പത്തിക ശേഷി, കാരണം ഈ കിട്ടുന്നതായിട്ടുള്ള നികുതി പണം ഒരിക്കലും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വേലുത്തമ്പി ദളവ കയറി വരുന്നത്. വേലുത്തമ്പി ദളവയായിട്ട് മാറുന്നു, പ്രധാനമന്ത്രിയായിട്ട് മാറുന്നു. അപ്പോൾ ഈ പൈസ കൊടുക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിന് വന്നപ്പോൾ എങ്ങനെ കൊടുക്കാതിരിക്കാം എന്നുള്ളതാണ് വേലുത്തമ്പി ചിന്തിച്ചത്. അപ്പോൾ കൊടുക്കാതിരിക്കുന്നതിനുള്ള ചില കാരണങ്ങൾ ഇവർ സ്വയമായിട്ട് തന്നെ കണ്ടെത്തി. അങ്ങനെ ഇദ്ദേഹത്തിന് രാജ്യവിരുദ്ധനായിട്ട് പ്രഖ്യാപിക്കേണ്ടതായിട്ട് വന്നു. വേലുത്തമ്പി ദളവയ്ക്ക് ബ്രിട്ടീഷുകാരോ മറ്റു വിദേശ ശക്തികളായിട്ട് ഇയാൾ എന്തൊക്കെയോ വിധത്തിലുള്ള ധാരണകളിലെത്തി എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യദ്രോഹ കുറ്റം മാത്തുത്തരകൻ്റെ പേരിൽ ആരോപിക്കുകയും മാത്തുത്തരകൻ്റെ ഒരു ചെവി മുറിച്ചു കളയുകയും ചെയ്തു. ഇത് രാജാവ് അറിയുന്നതിന് ശേഷമാണ്. ആയിട്ട് സ്വർണത്തിൻ്റെ ഒരു ചെവി ഇദ്ദേഹത്തിന് വെച്ച് കൊടുത്തു എന്നുള്ളത് ഒരു കഥയുണ്ട്. ഒരുപക്ഷെ ശരിയായിരിക്കാം. പക്ഷേ പിന്നീട് ഈ ധനകാര്യമന്ത്രി സ്ഥാനത്ത് നിന്നും, ധനകാര്യമന്ത്രിക്ക് അന്ന് എന്തോ പിടി എന്നുള്ള പേരിലാണ് അദ്ദേഹം പറഞ്ഞത്, അവിടെ നിന്നിട്ട് മാറ്റി. അപ്പോൾ മാറ്റിയതിനിപ്പോൾ ഇയാൾ പൈസ തിരിച്ച് ചോദിച്ചു എന്നുള്ളതൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും തന്നെ ഇദ്ദേഹത്തിൻ്റെ പൈസയുണ്ടല്ലോ. കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ആരോപണങ്ങൾ മാത്തുത്തരകൻ്റെ പേരിലേക്ക് ചാർത്തപ്പെടുകയും
ഇദ്ദേഹത്തിന് അവസാനം പിടിച്ച് ജയിലിൽ വെച്ചിട്ട് കൊന്നുകളയുകയും ചെയ്തതാണ് പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് തിരുവിതാംകൂറിൻ്റെ അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ കൊട്ടാരത്തിൻ്റെ അടിയിലുള്ള കലവറയിൽ കിടക്കുന്നതായിട്ടുള്ള പൈസയുടെ മുഖ്യ പങ്കും മാത്തു തരേണ്ടതാണ് എന്നുള്ളതാണ്. ഇതാണ് എങ്ങനെ അപ്പോൾ ക്രിസ്ത്യൻ വിരോധത്തിൻ്റെ തുടക്കം വേണമെങ്കിൽ ഒരു പക്ഷേ അവിടെ നിന്ന് നമ്മൾ കണ്ടെത്താവുന്നതാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് പ്രമുഖരായിട്ടുള്ള ഈ തരകന്മാർ, കച്ചവട പ്രമുഖന്മാർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സമ്പത്തെല്ലാം തന്നെയും രാജാവ് കിട്ടി. തച്ചിൽ ഫാമിലിയാണ്. തച്ചിൽ മാത്തത്തരങ്ങനാണ്. അവരുടെ വീട് കുത്തിയതോടെന്ന് പറഞ്ഞ് അങ്കമാലി അടുത്തൊരു സ്ഥലമുണ്ട്, കുത്തിയതോട്. അവിടെയാണ് അയാളുടെ സ്ഥലം. ഇപ്പോഴും ആ തച്ചിൽ ഫാമിലി അവിടെയുണ്ട്. ഒരു പ്രസിദ്ധ വൈദികൻ ഫാമിലിയാണ്. അല്ല, ഒരു വൈദികനുണ്ട്. ഉണ്ട്. ഒരു വൈദികൻ എന്നെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. ഡോക്ടർ ജോസ് തച്ചിൽ. അതെ, പ്രമുഖരായിട്ടുള്ള കുടുംബക്കാരാണ്. അന്നും വളരെ പ്രശസ്തരാണ്. അവിടെ ഒരു രാജാക്കന്മാരെ പോലെയാണ് ഇപ്പോഴും കരുതുന്നത്. അവരുടെ വീടൊക്കെ വലിയ വീടൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അത് കുത്തിയതോടെ അതപ്പോൾ കൊച്ചിയുടെ ഒരു ഭാഗമായിരുന്നു അന്ന് വേണമെങ്കിൽ പറയാം. അത് കുത്തിയതോട് ക്ഷേത്രമില്ല, അവിടെ ഒരു കുത്തിയതോടെ അതൊരു ഭാഗമുണ്ടെന്ന് എനിക്ക് സംശയം. അപ്പോൾ അവിടെ നിന്നാണ് അദ്ദേഹം പൊന്തി വന്നത്. അപ്പോൾ അതിപ്പോൾ ക്രിസ്ത്യാനികളൊക്കെ അതുപോലെ ഓരോ വീട്ടുകാരിങ്ങനെ ഉയർന്നു പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ പിന്നീട് സ്വന്തം സമുദായത്തിൻ്റെ കഴിവുറവ് കൊണ്ടും ഒരു വിഷൻ ഇല്ലാത്തത് കൊണ്ടും ഇപ്പം നമ്മുടെ സ്ഥിതി വളരെ പരുങ്ങലായി എന്നേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. തച്ചിൽ ഫാമിലിക്ക് ശരിക്കും തിരുവിതാംകൂർ രാജകുടുംബം ഈ പൈസ തിരിച്ചു കൊടുക്കേണ്ടതല്ലേ? അത് ചോദ്യം ചെയ്യാനൊക്കെ ഉള്ള ഒരു അവകാശങ്ങളുണ്ട്. അവർ ചോദിച്ചിട്ടുണ്ടാവും, അവർ ചോദിച്ചു. പക്ഷെ അതൊരു യുദ്ധത്തിലേക്ക് മറ്റു വലിയൊരു അഭിപ്രായത്തിലേക്ക്, പിന്നെ പഴയ കണക്കുകളും മാത്രമല്ല രാജകുടുംബം ഇതൊക്കെ ആയിട്ട്, പിന്നെ വേലുത്തമ്പി ആയിട്ടാണ് പിന്നെ ചെയ്തത്. അപ്പോൾ വേലുത്തമ്പീനെ വലിയ ഇവരുടെ BJP RSSകാരിലും വേലുത്തമ്പീന് വലിയ ഹിന്ദു നേതാവും സമര നായകനും സ്വാതന്ത്ര്യ സമര പോരാളിയൊക്കെ ആയിട്ട് ചിത്രീകരിച്ചിരിക്കുന്നതായിട്ടുള്ള കാലമാണ്. അപ്പോൾ അതിങ്ങനെ ഒരു ഫാമിലിയിൽ ഈ സാമ്പത്തിക പ്രശ്നം പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ സമുദായത്തിൽ വലിയൊരു ഇതുണ്ടാവും. ഇന്നിപ്പോൾ തിരുവിതാംകൂറിൻ്റെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടിയിലുള്ള കലവറയിൽ കിടക്കുന്നതായിട്ടുള്ള പണം ഇതിൽ വലിയ പങ്ക് മാത്തുത്തരകൻ്റെയാണ്. അത് മാത്തുത്തരകൻ ഫാമിലി ചോദിക്കണമെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് വലിയൊരു സാമൂഹ്യ അന്തരീക്ഷത്തെ കലുഷിതമാക്കുന്നുള്ളത് അവർ തന്നെ പോയത് പോട്ടെ എന്നാണ്. ഈ ക്രിസ്ത്യാനികളിങ്ങനെ ത്യാഗം ചെയ്ത് അവനങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. 1968 ഞാൻ പറഞ്ഞു, 1965 ഞങ്ങളൊരു ബുക്ക് സ്റ്റോൾ തുടങ്ങി, ഈഫൽ ബുക്സ് എന്ന് പറഞ്ഞിട്ട്. 1967 അൽമായ നേതൃത്വ പരിശീലന കേന്ദ്രം ഇന്ത്യയിലത്തെ ആദ്യത്തെ ഞങ്ങൾ തുടങ്ങി. 68 ഞാൻ ഭാരതീയ സാഹിത്യ സമിതിയിൽ നിന്ന് എനിക്കൊരു സ്ഥാപനം തുടങ്ങി, എൻ്റെ പ്രൊപ്പറേറ്റർഷിപ്പ്. അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ 35 പുസ്തകം ഒറ്റ ദിവസം പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഇപ്പോൾ ചിലരൊക്കെ അതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചു, അതിനെക്കുറിച്ച് വല്ല വിവരമുണ്ടോ? 50 കൊല്ലമൊക്കെ കഴിഞ്ഞ്, 55 കൊല്ലം ഉണ്ടായി. അപ്പോൾ ഞാൻ തപ്പിയപ്പോൾ അതിൻ്റെ ബ്രോഷറൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒന്നും കിട്ടണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, വല്ല പുസ്തകം ഉണ്ടോ? ഈ 35 എണ്ണത്തിൽ വല്ലതും ഉണ്ടോ കയ്യിൽ? അങ്ങനെ 1968 ഞാൻ ഈ 35 പുസ്തകം പ്രസിദ്ധീകരിച്ചു. അത് NBS ആണ് വിതരണം ഏറ്റെടുത്തു. DC ഉണ്ടെന്നവിടെ. പക്ഷെ അവർക്ക് 42% അവർക്കുള്ള കമ്മീഷൻ. അപ്പം ഞാൻ വില കുറച്ച് വെച്ചിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്തത്. അതിൽ 42% കൂടി പോയി കഴിഞ്ഞപ്പോൾ മുതൽ വരെ കിട്ടില്ല. മാത്രമല്ല NBS 6 മാസത്തിലാണ് വിറ്റതിൻ്റെ പൈസ തരും. അത് തരണത് ചിലപ്പോൾ ഒരു ചെറിയ ചെക്ക് തരും, അത്രയേ ഉള്ളൂ, മുഴുവനൊന്നും തരില്ല. അങ്ങനെ 3-4 കൊല്ലം ഒക്കെ ഞാൻ പോയിരുന്നു. വണ്ടി കൂലി പോലും കിട്ടില്ല ചിലപ്പോൾ. പിന്നെ ഞാൻ പോകണ്ടായി.
നാട് നന്നാക്കാൻ പറ്റി. ഏഹ് നാട് നന്നാക്കാനുള്ള അതെ അതെ, ആ ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് ഞാനതൊക്കെ മറന്നു. വേറെ പിറ്റേ കൊല്ലം ഞാൻ എൻസൈക്ലോപീഡിയയിലേക്ക് പ്രവേശിച്ചു. അപ്പം പിന്നെ ഈ കാര്യമൊക്കെ വിട്ടു. അങ്ങനെ ഇപ്പോൾ ഒരു കുറച്ച് മാസം മുമ്പ് പാലക്കാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ അയാളോട് ഞാൻ കാഷ്വലായിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു അതിൻ്റെ ഒരു ബ്രോഷർ കിട്ടുമോ. അപ്പോൾ ബ്രോഷറൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം നോക്കിയിട്ട് കാണാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കിട്ടിയാൽ എനിക്ക് അയച്ചു തരണം, എനിക്കതൊരു സ്ഥലത്ത് പ്രസിദ്ധീകരിക്കാനാണെന്നൊക്കെ പറഞ്ഞു. അതങ്ങനെ പോയി. ഇപ്പം എന്തുണ്ടായെന്ന് വെച്ചാൽ ഒരു 26-ാം തീയതി ഈ ഹാളിൽ 30 ആൾക്ക് ഒരു പെൻഷൻ അസോസിയേഷൻ്റെ മീറ്റിംഗ് നടത്തി. അപ്പോൾ 30 സാധാരണ ഒരു 10 ആളൊക്കെ വരാറുള്ളൂ. ഇതിന് 30 ആൾ വന്നു. എന്ന് വെച്ചാൽ എന്നെ അറിയുന്നവർ കുറേ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരാൾ, എൻ്റെ ഒരു പഴയ സ്റ്റുഡൻറ്റ് എന്നോട് പറഞ്ഞു, സാറേ എനിക്കൊരു കടലാസ് എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ സാറിന് കാണിച്ചു തരാമെന്നുണ്ട്. ഈ കടലാസ് കാണിച്ചു. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞേ, എനിക്കിതിൻ്റെ ഒരു പടം എടുക്കട്ടെ ഞാൻ, കാരണം എൻ്റെ കയ്യിലൊന്നുമില്ല. പറഞ്ഞു എടുത്തോ സാറേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ സെക്രട്ടറിയോട് പറഞ്ഞു, ഒരു പടം എടുക്ക്, എനിക്ക് ഇതിൻ്റെ ഒരു പടം എടുക്കാൻ ഇനിയിപ്പോൾ കിട്ടാൻ പോകുന്നില്ലല്ലോ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് ഇവിടെ എല്ലാവർക്കും ഊണുണ്ടാകും. അത് കഴിഞ്ഞ് ഇവിടെ ഇരിക്കുമ്പോൾ ഈ സ്റ്റുഡൻറ്റ് ശിവരാമൻ എന്നയാളുടെ പേര്, അയാൾ വന്നിട്ട് പറഞ്ഞു, സാറേ ഇത് സാറ് സ്വന്തമായിട്ട് എടുത്തു. അപ്പോൾ ഇതൊരു വളരെ പരിതാപകരമായ നിലയിലാണ് ഇതിൻ്റെ ഇരിപ്പ്, കണ്ടില്ല. കുറേ ടേപ്പുകളൊക്കെ വെച്ചിട്ടാണ് ഇത് നിൽക്കുന്നത്. സാരമില്ല. എന്താണ് പ്രധാനമായിട്ട് അതിനകത്തുള്ള കണ്ടന്റ്? എന്താണ് ഇതിൻ്റെ കണ്ടന്റ്? എന്തോ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്? ഇത് ഭാരതീയ എൻ്റെ സ്ഥാപനമാണ് ഈ ഭാരതീയ സാഹിത്യ സമിതി. ഭാരതീയ സാഹിത്യ സമിതി സാറുണ്ടാക്കിയത്? ഞാനാണ് അതിൻ്റെ ഉടമസ്ഥൻ. അതിൻ്റെ പേരിൽ പബ്ലിഷ് ചെയ്ത ആളുകളുടെ പേരാണ്. അപ്പോൾ ഇതിൽ തന്നെയുണ്ട് ഇപ്പോൾ കുറേ പേരുകളൊക്കെ. കുട്ടികൃഷ്ണമാരാർ, KP നാരായണ പിഷാരടി, പുത്തരത്ത് രാമമേനോൻ, ഡോക്ടർ PK എന്താണ് പറയുന്നത് നാരായണപ്പിള്ള, സുധാംശു ചെറുപതി, വൈക്കം ചന്ദ്രശേഖരൻ നായർ, അങ്ങനെ കുറേ ആൾക്കാരും ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള 35 ആളുടെ പുസ്തകമാണ്. അപ്പോൾ അതിനൊരു 8 ദിവസത്തെ പരിപാടിയൊക്കെ. അതോടുകൂടി നമ്മുടെ കയ്യിലുള്ള പൈസയൊക്കെ പോയി, കുറച്ച് കടമൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ടാണ് എൻസൈക്ലോപീഡിയയിലേക്ക് പറയുന്നത്. അപ്പോൾ അതായാലും പ്രശ്നമാണ്. ഭാരതീയ സാഹിത്യ സമിതി. ഭാരതീയ സാഹിത്യ, ഓക്കെ. അത് എത്ര വർഷം പ്രവർത്തിച്ചു? ഒരു 4-5 വർഷം. എന്നുവെച്ചാൽ പൈസ ഒന്നും തിരിച്ചു കിട്ടണില്ലല്ലോ, പിന്നെ പൈസ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ പിന്നെ 2-3 പുസ്തകം പബ്ലിഷ് ചെയ്തുള്ളൂ അതിന് ശേഷം. പക്ഷെ 35 എണ്ണം ഒരു ദിവസം തന്നെ ചെയ്തു. അപ്പോൾ ഇയാൾ ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ലയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ പുസ്തകങ്ങളുടെ പേരുകൾ ഇതിലില്ല, ഓതേഴ്സിൻ്റെ പേര് ഇതിലുണ്ട്. കുറച്ച് പുസ്തകം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ അക്കാഡമി, ഈ പുസ്തകം എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ പ്രസിദ്ധീകരിച്ചതല്ലേ, ഒരു സെറ്റ് കൂടെ ഉണ്ടാവില്ലേ നല്ലത് എന്ന് പറഞ്ഞാൽ അക്കാഡമിയിൽ പോയി. അവരോട് പോയി ചോദിച്ചപ്പോൾ ഞങ്ങൾ നോക്കാം എന്നൊക്കെ പറയുമ്പോൾ 4 പുസ്തകം അവർ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട് അക്കാഡമി. ആയിരത്തി 1968 അപ്പോൾ എനിക്ക് തോന്നി, വലിയ നല്ല മലയാളം എഴുത്തുകാരുടെ പുസ്തകങ്ങളൊന്നും ജനങ്ങൾ വായിക്കുന്നില്ല. കാരണം അതിന് കുറച്ച് വില കൂടുതലായിട്ട്, അന്നത്തെ നിലയ്ക്ക് വില കൂടുതലായിട്ടാണ് പബ്ലിഷേഴ്സൊക്കെ ഇടുന്നത്. അപ്പോൾ ഏറ്റവും നല്ല എഴുത്തുകാരുടെ പുസ്തകങ്ങൾ സാധാരണക്കാർക്ക് വാങ്ങിക്കാവുന്ന ചെറിയ വിലയിട്ട് പബ്ലിഷ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ 35 പുസ്തകം, പ്രസിദ്ധരായ എഴുത്തുകാരുടെ 35 പുസ്തകം ഒറ്റ ദിവസം ഞാൻ പ്രസിദ്ധീകരിച്ചു. അത് 8 ദിവസത്തെ പരിപാടി വെച്ചിട്ടാണ് പ്രസിദ്ധീകരിച്ചത്, ടൗൺ ഹാളിലും സംഗീത നാടക അക്കാദമിയിലും.
അതോടനുബന്ധിച്ച് ഓരോ ദിവസം ഓരോ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ നരേന്ദ്രനാഥിൻ്റെ ഒരു നാടകം, കൈമാപ്പറമ്പൻ്റെ എന്താ പറയുക കഥാകാലക്ഷേപം, പിന്നെ കേരളത്തിൽ ആദ്യമായിട്ട് കഥക്ക് അവതരിപ്പിച്ചത് ഞങ്ങൾ ഈ പരിപാടിയിലാണ് ഉള്ളത്. എനിക്ക് ഫോട്ടോ കോപ്പി എടുത്ത് തരാം. അപ്പോൾ ഒരു സെറ്റ് പുസ്തകം എനിക്ക് ഉണ്ടാവേണ്ട, ഞാനല്ലേ പബ്ലിഷ് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോൾ അവരങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്യും. കാട്ടൂരാണ്, ഇരിഞ്ഞാലക്കുട അടുത്ത് കാട്ടൂര്, എൻ്റെ അമ്മയുടെ വീടാണ്. അപ്പോൾ ഞാൻ 1938 കാട്ടൂര് ഇരിഞ്ഞാലക്കുട അടുത്താണ് എൻ്റെ അമ്മ വീടാണ്, അവിടെ ജനിച്ചു. അത് അശ്വതി നാളിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ അത് ശരിക്കും ഏപ്രിൽ 1-ാം തീയതിയാണ് ഞാൻ ജനിക്കേണ്ടത്. അന്നായിരുന്നു അമ്മയുടെ ഡേറ്റ്. ഏപ്രിൽ ഫുൾ. ആ, അപ്പോൾ ഏപ്രിൽ 1. അപ്പോൾ അമ്മ ചോദിച്ചു ഈ പെണ്ണിനോടെ, ഇന്ന് എന്താണ് തീയതി, ഈ നാള്. അപ്പം രേവതിയാണ്, ഏപ്രിൽ 1 പറഞ്ഞു. അപ്പം അമ്മ ബുദ്ധിമുട്ടി എന്നെ പിറ്റേ ദിവസം പ്രസവിച്ചു. അങ്ങനെ ഏപ്രിൽ 2-ാം തീയതി എന്നെ പ്രസവിച്ചു. അതുകൊണ്ടൊരു മുഴുവിഡ്ഢിയാകേണ്ടിയിരുന്ന ഞാൻ ഒരു അരവിഡ്ഢിയായി. അങ്ങനെയാണ് സംഭവം. അമ്മയുടെ വീട് പഴയ വീടാണ്. അമ്മ പെൺകുട്ടികളുള്ള അപ്പാപ്പന്. ആ പടാണ് നമ്മൾ നേരത്തെ കണ്ട അപ്പാപ്പൻ്റെ അവിടെ ഇരിക്കുന്നില്ല അമ്മ. അപ്പോൾ അതൊരു 12 കെട്ടാണ് വീട്. അവിടെ എല്ലാ പുരാവസ്തുക്കളും ഉണ്ട്. അപ്പോൾ അപ്പാപ്പൻ മരിച്ചപ്പോൾ അത് ഭാഗം വെച്ചു. അമ്മയ്ക്ക് 2 സിസ്റ്റേഴ്സുണ്ട്. അവർക്കിതൊന്നും ഒരു ആവശ്യമില്ല, പക്ഷെ എല്ലാവരും അവരുടെ പങ്ക് വാങ്ങിച്ചു കൊണ്ടുപോയി. അപ്പോൾ 1/3 എനിക്ക് കിട്ടി. അതിവിടെ ഉണ്ടായിരുന്നു. കാക്കനാട് മ്യൂസിയം തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ബോസ്കോ പിന്നീട് ബിഷപ്പായി പുത്തൂര്, അദ്ദേഹം ഒരു വണ്ടിയായിട്ട് ഇങ്ങോട്ട് വന്നു. എന്നെ നന്നായിട്ട് അറിയാം. അവർക്ക് ലുവയിലൊക്കെ എനിക്ക് അങ്ങനെ പരിചയമുണ്ട്. പിന്നെ ഞാൻ ഈ ആലുവ സെമിനാരിയിൽ 30 കൊല്ലം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 33 കൊല്ലം കണ്ട് പഠിപ്പിച്ചു. വയസ്സായതുകൊണ്ട് ഞാൻ തന്നെ വേണ്ടെന്ന് വെച്ചത് 76 വയസ്സ് വരെ പഠിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം ഈ വണ്ടിയായിട്ട് ഇവിടെ വന്നു. അന്നപ്പോൾ കാക്കനാട് അങ്ങോട്ട് LRC ഡയറക്ടറാണ്. എന്നിട്ട് പറഞ്ഞു, മാഷയുടെ കയ്യിൽ കുറേ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് തരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ തരാനൊന്നും പറ്റില്ല, അത് പഴയ സാധനങ്ങളല്ലേ. അല്ല, ഞാൻ 6 മാസം കഴിയുമ്പോൾ ഇതൊക്കെ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് 53 സാധനം കൊണ്ടുപോയി. അപ്പം അന്ന് എനിക്കിവിടെ ഒരു ഓഫീസിൽ ഒരു പെണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പെണ്ണോട് പറഞ്ഞ് എല്ലാതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, എന്നിട്ട് കൊടുക്കാം. ആ ലിസ്റ്റിൽ ബോസ്കോ ഒപ്പിട്ടു. 6 മാസത്തേക്ക് ഞാനിത് ലോണായിട്ട് കൊണ്ടുവന്ന് ഒപ്പിട്ടു. എന്നാണത് 2000. അതൊക്കെ അവിടെ അതുകൊണ്ടാണ് ഈ മ്യൂസിയം തുടങ്ങിയത്. ഈ നാടകം എങ്ങനെയായിരുന്നു? ഇത് 1-ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ അല്ലെങ്കിൽ 2-ാം നൂറ്റാണ്ടിലെ ആദ്യത്തിൽ എഴുതിയ നാടകമാണ്. ഇതൊരു ഗ്രീക്ക് നാടകമാണ്. പക്ഷേ ഇത് നടക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലാണെന്ന് പറഞ്ഞാൽ മലങ്കരയിലാണ് നടക്കണമെന്നാണ് അതിൽ ഉണ്ട് കുറേ. അപ്പോൾ ഈ നാടകത്തിൽ ഒരു 150 മറ്റോ സാൻസ്ക്രിറ്റ് വേർഡ്സ് ഉണ്ട്. സാൻസ്ക്രിറ്റ് ഈ പേജിലുണ്ട്. 79 സാൻസ്ക്രിറ്റ് വേർഡ്സ്, പിന്നെ മലയാളം വേർഡ്സ് 1-ാം നൂറ്റാണ്ടിലുണ്ട്. 1-ാം നൂറ്റാണ്ട്. പിന്നെ അറമൈക്ക് വേർഡ്സ്, ഇതൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ ഗ്രീക്ക് നാടകമാണല്ലോ. അപ്പോൾ അതിൽ നമ്മുടെ ആരാധനക്രമത്തിൻ്റെ ഒരു സീനുണ്ട്. അപ്പോൾ അതിൽ കുർബാന അർപ്പിക്കുന്ന അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന ഭാഷയിൽ വലിയ ഒരു പങ്ക് സാൻസ്ക്രിറ്റ് വേർഡ്സാണ്, പിന്നെ മലയാളം വേർഡ്സാണ്, പിന്നെ അറമൈക്ക്.
1-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ആരാധനക്രമം സുറിയാനി ഒന്നുമല്ല, അത് മലയാളവും സംസ്കൃതവും പ്രാദേശിക ഭാഷകളും അറമൈക്കും ഗ്രീക്കും കൂടിയ ഒരു ഭാഷയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ 4-ാം നൂറ്റാണ്ടിലാണ് ഈ കാനാത്തൊമ്മനും ഏർപ്പാടൊക്കെ ഉണ്ടായത്. അപ്പോഴാണ് നമ്മൾ ഈ സുറിയാനിയിലേക്ക് തിരിഞ്ഞത്. കാരണം അവർ സുറിയാനിയാണ് അവരുടെ ഭാഷയായിരുന്നു. പക്ഷെ അവർ പോലും പറയുന്നില്ല അവരുടെ സഭ തോമസ് ലീഹ സ്ഥാപിച്ചു എന്ന് പറയുന്നില്ല. അവർ പറയുന്നത് ഇവിടുത്തെ സഭയാണ് തോമസ് ലീഹ സ്ഥാപിച്ചതെന്നാണ്. അപ്പം അങ്ങനെ അല്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഈ നമ്മുടെ ലിറ്റർജി എന്ന് പറയുന്നത്, അപ്പോൾ അതുകൊണ്ട് 100% ഇന്ത്യനായിട്ടുള്ള ഒരു ലിറ്റർജി ആയിരുന്നു എന്നാണ് ഇപ്പോൾ ഈ നാടകത്തിൽ നിന്നും കൂടി നമുക്ക് തെളിയുന്നത്. പിന്നെ ആദ്യ നൂറ്റാണ്ടുകളിൽ കൺവേർട്ട് ചെയ്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ഇവിടുത്തെ ഭാഷയൊക്കെ അല്ലേ അറിയാണ്ടാവുക. അവരല്ലാണ്ട് അറമൈക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ഗ്രീക്കും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇവിടുത്തെ ഭാഷയും ഉണ്ടാവില്ല. സംഘസാഹിത്യമൊക്കെ ഓൾറെഡി ഉണ്ടെന്നൊന്നും നമ്മൾ ആലോചിക്കണം. BC ഒരു 3-ാം നൂറ്റാണ്ട് മുതൽ AD 3-ാം നൂറ്റാണ്ട് വരെ സംഘകൃതികൾ ഇഷ്ടംപോലെ ഉണ്ട്. അതിലും നമ്മളെക്കുറിച്ചുള്ള ചില പരാമർശങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുസീരീസ് ഭയങ്കര കച്ചവടസ്ഥലായിരുന്നു. അതുകൊണ്ട് റോമിൽ നിന്നും ഗ്രീസിൽ നിന്നുള്ള ധാരാളം കപ്പൽ, 120 കപ്പലുകൾ ഒരു കൊല്ലം വന്നിരുന്നു ഇവിടേക്ക്. അപ്പോൾ പ്രധാനമായിട്ട് ഇവിടുന്ന് കൊണ്ടുപോയിരുന്നത് പെപ്പർ, കുരുമുളക്, പിന്നെ മാലപത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണേൽ കറുവാപ്പട്ടയെ പറ്റും, പിന്നെ ചുക്ക്, ജിഞ്ചർ, പിന്നെ ആനക്കും. കാരണം ചേര രാജാവിന് 500 ആനയുണ്ടായിരുന്നു, പാണ്ഡ്യ രാജാവിന് 2000 ആനയുണ്ടായിരുന്നു. അപ്പോൾ ഈ ആനകളെ മുഴുവൻ, അപ്പോൾ ആനക്കൊമ്പ് ധാരാളം ഇവിടെ ഉണ്ട്. അവിടെ ഭയങ്കര ഡിമാൻഡ് അത് റോമിൽ, വലിയ വിലയും. അതുകൊണ്ട് ഇവിടെ നിന്ന് അവരത് കൊണ്ടുപോകും. മാത്രമല്ല, ആനക്കൊമ്പ് മാത്രമല്ല, എല്ലാ കൊല്ലവും ആനയുടെ കൊമ്പ് ചെത്തി ശരിയാക്കും. അപ്പോൾ അതിൻ്റെ ഷ്രെഡ്സ്, അതിൻ്റെ തുണ്ടങ്ങളുണ്ട്, അതും അവിടെ ഭയങ്കര ഡിമാൻഡായിരുന്നു. ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ 2 തുണ്ടം വെച്ചാൽ മതിയല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ടാക്സ്, ഈ തുണ്ടങ്ങൾക്ക് 50% ടാക്സ് ഈജിപ്തിൽ കൊടുക്കും, അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ. ശരിക്കുള്ള ആനക്കൊമ്പനി 25% ടാക്സ് അവിടെ കൊടുക്കണം. അപ്പോൾ ഇത് ഇവിടുന്ന് കൊണ്ടുവരുന്നത് റെഡ് സീയിലേക്കാണ് ചെല്ലുക. നമ്മുടെ കപ്പൽ നേരെ റെഡ് സീയിൽ ചെല്ലും, മൺസൂൺ കാറ്റ് ഉപയോഗിക്കും. അവിടെ നിന്ന് റെഡ് സീയുടെ അറ്റത്തുനിന്ന് ക്യാമൽമ കയറ്റിയിട്ട് വേണം അലക്സാണ്ട്രിയയിലേക്ക് കൊണ്ടുപോകാൻ. കാരണം അന്ന് സൂയസ് കനാലില്ല. അപ്പോൾ ഡെസർട്ടിക്കൂടെ കൊണ്ടുപോകും. അപ്പോൾ അവിടെ ടാക്സ് പിടിക്കും. അപ്പോൾ ഇതിന് 25%, മറ്റേതിന് 50%. അങ്ങനെയാണ് അവിടെ ചെല്ലുമ്പോൾ വില ഭയങ്കര കൂടുന്നത്. ഇവിടെ റോമിൽ ചെല്ലുമ്പോഴേക്കും ഇതിൻ്റെ വില, പിന്നെ ഈ വണ്ടി ചാർജ്, കപ്പലിൽ കൊണ്ടുപോയതിൻ്റെ ചാർജ്, ഇതെല്ലാം കൂട്ടിയിട്ടല്ലേ വില ഇടുന്നത്. ഇവിടെ വാങ്ങിക്കുന്ന വില അത്ര ഉണ്ടാവില്ല ആനക്കൊമ്പ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ വിലകളൊക്കെ കൂടി, ടാക്സിൻ്റെ കൂട്ടി, പിന്നെ റോമിലേക്ക് അലക്സാണ്ട്രിയന് പോകണം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വലിയ വിലയാണ്. പക്ഷെ എന്നാലും അവിടെ ഭയങ്കര ഡിമാൻഡാണ്. അതുപോലെ കുരുമുളകിന്. അപ്പോൾ അതിൽ പ്ലിനി 1-ാം നൂറ്റാണ്ടിൽ മരിച്ചത് അയാൾ പറയുന്നത്, ഈ കുരുമുളകിന് കണ്ടാൽ നല്ല സാധനമായിരുന്നെങ്കിൽ വിരോധമില്ലായിരുന്നു, ഇത്തിരി വിലയൊക്കെ കൊടുക്കാൻ. നല്ല രുചി ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കായിരുന്നു. ഇത് വായിലിടാൻ പറ്റില്ല, അതുപോലത്തെ രുചിയാണ്. ഈ സാധനത്തിനാണ് ഇത്രയും പൈസ കൊടുത്ത് ഇവർ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളൊരു കൊല്ലത്തിൽ 55 മില്യൺ സ്വർണ്ണ നാണയങ്ങളാണ് ഇവിടേക്ക് വന്നിരുന്നത്. അപ്പോൾ കപ്പലിൽ നിന്ന് വഞ്ചികൾ നിറച്ച് സ്വർണ്ണ നാണയം കയറ്റിയിട്ടാണ് വന്നിരുന്നത്. ടർസീസ് കപ്പലുകളാണോ? അല്ല, ടർക്കിഷോ. ടർസീസ് കപ്പൽ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അവിടുന്ന് വരുന്നത്. എന്താ അതെങ്ങനെയെന്ന് വെച്ചാൽ, റെഡ് സീയുടെ മൗത്തിൽ ഈ കപ്പലിൽ കയറിയിരിക്കുക. ഒരു ജൂൺ മാസം മൺസൂൺ കാറ്റടിക്കും. അപ്പോൾ ഈ കപ്പലാണല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇങ്ങോട്ട് പോരും. 40 ദിവസം കൊണ്ട് നമ്മുടെ മുസീരീസിൽ പോലും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അതെങ്ങനെയാണ് വന്നോട്ടെ, അവരിവിടെ വന്നിട്ടുണ്ട്.
ഇവിടുന്ന് 3 മാസം കഴിയുമ്പോൾ റിവേഴ്സ് മൺസൂൺ ഉണ്ട്, തുലാവർഷം. തിരിച്ച് കാറ്റടിക്കും. അപ്പം അങ്ങോട്ട് ഒന്നും അറിയണ്ട, അങ്ങോട്ട് ഇങ്ങോട്ട് പോവാ. അങ്ങനെയാണ് ഇത്രയധികം കച്ചവടം നമ്മളായിട്ടുണ്ട്. ലോകത്തിലുള്ള അന്നത്തെ ഏറ്റവും കൂടുതൽ കച്ചവടമുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ്. അപ്പം അതൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പം ആളുകളൊന്നും അതൊന്നും മനസ്സിലാക്കിയിട്ടില്ല, അവർക്ക് അതിൽ താല്പര്യമില്ല. ഡോൾമെൻസിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താ? അത് ജൂയിഷാണ്. എനിക്ക് ജൂയിഷാണെന്ന് കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് പറയാൻ എനിക്ക് പറ്റില്ല. പക്ഷേ വേറെ ഒരു സമുദായവും ഈ ശവക്കല്ലറകൾ അവരുടേതാണെന്ന് ക്ലെയിം ചെയ്തിട്ടില്ല ഇതവർ, ഒരു സമുദായവും. എന്ന് മാത്രമല്ല, ജ്യൂസ് ഉള്ള സ്ഥലങ്ങളാണ് അല്ലെങ്കിൽ ജ്യൂസ് വന്ന വഴികളിലാണ് ഈ കല്ലറകൾ കാണുന്നത്. ഇതെല്ലാം ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ജ്യൂസോ ക്രിസ്ത്യൻസിൻ്റെ ആയിരിക്കുമല്ലോ. ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ അത് കുഴിച്ചിടുന്നത്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വെരി ഗുഡ് ചാൻസ് ദാറ്റ് ദീസ് ആർ ജൂയിഷ് ഫ്യൂണററി ചേമ്പേഴ്സ്. ഒക്കെ സെന്റ് തോമസ് ഇവിടെ എത്തിയിട്ടില്ലെന്ന് പറയാനുള്ള കാരണം എന്താണ്? അതായത് MGSഉം അതുപോലെ ചരിത്രകാരന്മാർ വിചാരിക്കുന്ന ഡോക്യുമെൻ്ററി എവിഡൻസ് ഇല്ല എന്നാണ്. അയാൾ വന്നപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഫോട്ടോ എടുത്തിട്ടില്ല, പിന്നെ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അയാൾ വന്നിട്ടില്ല എന്ന് അവർ പറയുന്നത്. പക്ഷേ എല്ലാ സാന്ദർഭിക തെളിവുകളും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് തോമസ് ലിയോ വന്നു. ഇത് തന്നെ ഈ യാത്ര വളരെ എളുപ്പമായിരുന്നു. അവർ പറഞ്ഞു വരാൻ പറ്റിയിരുന്നില്ല, എങ്ങനെ ഇത്ര ദൂരത്തുനിന്ന് വരണേ എന്നാണ് അവർ ചോദിച്ചത്. പക്ഷേ അറബികൾക്ക് വരാമെങ്കിൽ പിന്നെ സെന്റ് തോമസിന് വരത്തില്ലേ? അറബികൾ വരുന്നുണ്ടായിരുന്നല്ലോ. അതെ, അല്ല ഈ കപ്പലുകളിൽ റോമക്കാരൊക്കെ ഇവിടെ വന്നതല്ലേ, പിന്നെ സെന്റ് തോമസിന് മാത്രമേ കുഴപ്പം. അതെ, അപ്പോൾ വരാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇത്ര എളുപ്പം ഈ ഇന്ത്യയുടെ മറ്റു ഭാഗത്തു നിന്ന് കേരളത്തിലെത്തുന്നതിനേക്കാളും എളുപ്പമാണ് ഈജിപ്തിൽ നിന്ന് എത്താൻ. വെറുതെ വണ്ടിയിൽ കയറുക, ഈ പായ വിരിക്കുക, എന്നിട്ട് പായ വിരിച്ച് ഉറങ്ങുക. ഇവിടെ വന്ന് എനിക്കുമ്പോൾ കൊടുങ്ങല്ലൂര. ഇത് മനഃപൂർവ്വം പറഞ്ഞുണ്ടാക്കുന്ന അല്ലല്ല, അതായത് പ്രജുഡീസാണ്, പ്രജുഡീസ്. പിന്നെ ഇത്ര മുമ്പ് നമ്മൾ ഇവിടെ ഉണ്ടെന്ന് പറയാൻ നായന്മാർക്ക് ഇഷ്ടമുണ്ടാവില്ല. അവർ ശൂദ്രന്മാരാണ്, നായന്മാരൊക്കെ ശൂദ്രന്മാരാണ്. അവർ ഹിസ്റ്ററിയിൽ കേരള ഹിസ്റ്ററിയിൽ വരുന്ന ഏതാണ്ട് 10th സെഞ്ച്വറിയിലാണ്. അപ്പോൾ ഇവർ 1-ാം നൂറ്റാണ്ടിൽ ഈ നസ്രാണി വന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. പിന്നെ നമുക്ക് സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും ഉയർന്ന നിലയുണ്ടെന്ന് സമ്മതിക്കാൻ ഈ വൃത്തങ്ങൾക്കൊന്നും താല്പര്യമില്ല. അതാണ് എൻ്റെ കാര്യം. പക്ഷേ 2-ാം നൂറ്റാണ്ടിന് ശേഷം എല്ലാ നൂറ്റാണ്ടിലും തോമാസ് ലിയ ഇന്ത്യയിൽ വന്നു എന്നുള്ള രേഖകൾ ഗ്രീക്ക്, ലത്തീൻ, സിറിയക് ഭാഷകളിലുണ്ട്. എല്ലാ നൂറ്റാണ്ടിലും, അതായത് പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പ് എല്ലാ നൂറ്റാണ്ടിലും ഇതിനുള്ള തെളിവുകളുണ്ട്. അതുപോലെ തന്നെ എല്ലാ സഭകളിലും ഉണ്ട്. അലക്സാണ്ട്രിയൻ സഭ, ഗ്രീക്ക് സഭ, റോമൻ സഭ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇയാൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒക്കെ ഇന്ത്യ അതൊക്കെ ഉണ്ടായിട്ട് ആ രേഖകളൊക്കെ കാണിച്ചാലും MGS എന്താ പറയണേ, ഇതൊന്നും ശരിയാവില്ല, പോർച്ചുഗീസുകാരാണ് ഇയാൾ വന്നു എന്ന് പറഞ്ഞെന്നാ പറഞ്ഞത്. എന്നാൽ മാർക്കോപോള പോർച്ചുഗീസുകാർ വരുന്നതിന് 1293 വന്ന ആളാണ്. അയാൾ ഇയാളുടെ തോമയുടെ ശവകുടീരത്തെപ്പറ്റിയും അവിടെ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചും അവിടുത്തെ മണ്ണ് അരച്ചു കുടിച്ചാൽ പനി മാറും ഇതൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ട്. അത് 1293 ഗാമ പറഞ്ഞ് 1498 അപ്പോൾ അതൊക്കെ അത് അങ്ങനെ പറയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കാം. അതിനിപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ എല്ലാ ദിവസവും ഉണ്ട്, തോമ വന്നിട്ടില്ല. പിന്നെ മൈലാപ്പൂരാണ് മൂന്ന് അപ്പസ്തോലന്മാരുടെ ശവകുടീരത്തിന് മുകളിൽ മാത്രമാണ് കത്തീഡ്രൽസ് ഉള്ളത്. 3 അപ്പസ്തോലന്മാരുടെ 12 ഉണ്ട്. ഒരു ദിവസം പിന്നെ മറ്റേ വഴിക്ക് പോയി, അതിന് വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് വന്നല്ലോ, മത്തായി. അപ്പോൾ ഒന്ന് പത്രോസിൻ്റെ ശവകുടീരം, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക കത്തീഡ്രലുണ്ട്. 2 ജെയിംസ്, യാക്കോബ്, വലിയ യാക്കോബ്, അത്
കോമ്പസ്റ്റോല എന്ന് പറഞ്ഞിട്ട് സ്പെയിനിലുണ്ട്, കത്തീഡ്രലുണ്ട്. മൂന്നാമത്തത് മൈലാപ്പൂർ തോമാസിൻ്റെ ശവകുടീരത്തിൻ്റെ മുകളിൽ. അപ്പോൾ എന്ന് മാത്രമല്ല, രേഖകൾ അവിടെ ഇഷ്ടം പോലെയാണ്. അലക്സാണ്ടർ, അവൻ്റെ പേരെന്താണ്, ആൽഫ്രഡ് ദ ഗ്രേറ്റ്, ചക്രവർത്തി, അവരെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ രാജാവാണ് ആൽഫ്രഡ് ദ ഗ്രേറ്റ്. അവിടെ ഗ്രേറ്റ് എന്ന് പറഞ്ഞ ഒരൊറ്റ ആളുള്ളൂ, അത് ആൽഫ്രഡാണ്. അങ്ങേര് 853 അതിൻ്റെ തൊട്ട് മുമ്പ് യുദ്ധത്തിൽ കുറേ പ്രാവശ്യം തോറ്റു. അന്ന് അവിടെ കണ്ടമാനം യുദ്ധം ഉണ്ടായിരുന്നു, ഇയാൾ തോറ്റു. അങ്ങനെ തോറ്റിട്ടിരിക്കുമ്പോൾ അയാൾ ഒരു നേർച്ച നേർന്നു. ഞാൻ യുദ്ധത്തിൽ ജയിച്ചാൽ ഞാൻ റോമിൽ പത്രോസിനും ഇന്ത്യയിൽ തോമസിനും ഞാൻ കുറേ ഗിഫ്റ്റ് കൊടുക്കും അയാൾ പറഞ്ഞു. അയാൾ യുദ്ധത്തിൽ ജയിച്ചു. അപ്പം നമ്മുടെ സ്വഭാവം അനുസരിച്ച് 10ാം ക്ലാസ് ജയിച്ചാൽ 50 മെഴുതിരി കത്തിക്കാമെന്ന് പറയും. ജയിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയും 50 മെഴുതിരി ഒന്നും ഇപ്പോഴത്തൊക്കെ തമ്പുരാനും വേണ്ട, ഒരു മെഴുതിരി വേണ്ടി കത്തിക്കാം, അങ്ങനെയാണ് നമ്മൾ. പക്ഷെ അയാൾ അവിടുത്തെ ഒരു 2 ആളുടെ പേര്, എയിൽസ്റ്റാൻ ഷർബോൺ, 2 പേരുടെ കയ്യിൽ കുറേ സമ്മാനങ്ങൾ ഇന്ത്യയിൽ തോമാസിൻ്റെ ശവകുടീരത്തിൽ കൊടുത്തയച്ചു എന്ന് അതിൽ കൃത്യമായിട്ടുണ്ട്. ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾസ്, അതായത് അവരുടെ ഒഫീഷ്യൽ രേഖയാണത്, അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇവർ മടങ്ങി അവിടെ വന്നു, ഇവിടെ കൊടന്ന് കൊടുത്തിട്ട് അത് അപ്പോൾ ഒരു ആനക്കൊമ്പ്, മയിൽ, ചന്ദനത്തൈലം ഒക്കെ കൊണ്ടുവന്ന് അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായാലും പറഞ്ഞ രേഖയില്ല. അപ്പം എന്താ ചെയ്യുക? അപ്പം അതാ പറഞ്ഞത്, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല, ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ അതാണ് ഇവർക്ക്. പിന്നെ ഇവർക്കൊക്കെ ഭയങ്കര വിഷമമാണ്, ഈടവാസന, നായന്മാർക്ക് പ്രത്യേകിച്ച്. നമ്പൂരിമാരെക്കാരും മുമ്പ് നമ്മളുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത്? അപ്പോൾ അതുകൊണ്ട് അവർ പറയേണ്ട അവർ പറഞ്ഞോട്ടെ. ആസ്ക് മീ നോ ക്വസ്റ്റ്യൻസ്, യു വിൽ ബി ടോൾഡ് നോ ലൈസ്. മനസ്സിലായ? ഇത് ജർമ്മൻ ഭാഷയിൽ എഴുതിയതാണ്. അതാണ് ഞാൻ അയാളുടെ മറുപടി പറഞ്ഞത്. ആസ്ക് മീ നോ ക്വസ്റ്റ്യൻസ്, യു വിൽ ബി ടോൾഡ് നോ ലൈസ്. അല്ല, നുണ കേൾക്കണം എന്നാണെങ്കിൽ ചോദിച്ചോളൂ. ജർമ്മൻ ഭാഷയിൽ ഇത് ചെയ്യാൻ കാര്യം എന്താ? ജർമ്മൻ ഭാഷയിൽ ഇത് എന്തിനാ ഉണ്ടാക്കിയ പുസ്തകത്തിന്റെ കവറായിട്ടോ? ഞാൻ അതും വിറ്റുപോയി, ഒക്കെ പോയി ജർമ്മൻ ഭാഷയിൽ എഴുതി. അധികം ഉണ്ടായിരുന്നില്ല. ഇനി ചുമർ ചിത്രങ്ങളെ കുറിച്ചുള്ള എൻ്റെ പുസ്തകമാണ്. ഓ, ഇത് എവിടത്തേക്ക് ചിത്രങ്ങളാവും അതിനകത്ത് പെടുത്തിയിട്ടുള്ളത്? ഏതൊക്കെ പള്ളികളിലെ ചിത്രങ്ങളുണ്ട്? എല്ലാ പള്ളിയിലത്തും ഉണ്ട്. എന്നാലും എത്ര പള്ളികൾ? ഏത് പള്ളിയാണ് വേണ്ടത് ഞാൻ പറയാം. അപ്പോൾ കാഞ്ഞൂർ പള്ളി, കാഞ്ഞൂര്, കുറവലങ്ങാട് പള്ളി, കുറവലങ്ങാട് ഇല്ല, ചുമർ ചിത്രം ഇല്ല. അവിടെ മണർകാട് പള്ളി ഉണ്ടോ? മണർകാട് ഇല്ല. ഏതൊക്കെയാ ഉള്ളതെന്ന്? പാലിയേക്കര പള്ളി, പാലിയേക്കര, ചേപ്പാട് പള്ളി, അങ്കമാലി, അകപ്പറമ്പ്, കാഞ്ഞൂര്, മലയാറ്റൂര്, കൊല്ലൂര്, പിന്നെ വേലൂര്, പാലയൂർ, ഇവിടെയൊക്കെയാണ് ഉള്ളത്. എത്ര വർഷം പഴക്കമുള്ളതാണ്? എത്ര വർഷം പഴക്കമുള്ള ചുവർ ചിത്രങ്ങൾ അതിനകത്തുള്ള? അല്ല, ഈ ചുമർ ചിത്രങ്ങൾ കേരളത്തിലെ ഏതാണ്ട് ഒരു അങ്ങേറ്റം 10-600 കൊല്ലം പഴക്കമുള്ളൂ. ഇതൊക്കെ ഒരു 200 കൊല്ലം, 300 കൊല്ലം, 400 കൊല്ലമൊക്കെ ഉണ്ടാവും. ഈ ചേപ്പാട് പള്ളിയിലത്തെ ചിത്രങ്ങൾ ഒരു പക്ഷേ 14-ാം നൂറ്റാണ്ടാവാൻ വഴിയുണ്ട്. അതൊക്കെ ഇതിലുണ്ട്. ഇതൊന്നും അവരും സ്വന്തമായിട്ട് എടുത്തു.
ജനസമൂഹത്തിന് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? ഏത് ജനസമൂഹത്തിന്? ക്രൈസ്തവ സമൂഹത്തിന്. എനിക്ക് ഓഫ്കോഴ്സ് ഇപ്പോൾ ഞാൻ എൻസൈക്ലോപീഡിയ ഇന്ത്യയിലെ മുഴുവൻ ക്രൈസ്തവരെ കുറിച്ചൊക്കെയാണ്. പക്ഷേ എനിക്ക് എൻ്റെ സഭയോടും എൻ്റെ തോമാ ക്രിസ്ത്യാനികളോടും പറയാനുള്ള ഒരൊറ്റ കാര്യം, സ്വന്തം പൈതൃകത്തിലും സംസ്കാരത്തിലും കൂടുതൽ അറിവ് സമ്പാദിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും അത് പ്രചരിപ്പിക്കുകയും അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്കുള്ള സ്ഥാനം, ഇപ്പോൾ പോർച്ചുഗീസുകാരാണ് ഇവിടെ ക്രിസ്തുമതം കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നുണ്ട്, അത് കുറേ ആളുകൾ വിശ്വസിക്കുന്നുമുണ്ട്. പക്ഷെ നമുക്കറിയാം നമ്മുടെ സ്ഥിതി എന്താണ്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്ത്യാനികളായ ആളുകളാണ്. അപ്പോൾ നമ്മുടെ പൈതൃകവും നമ്മുടെ ചരിത്രവും നമ്മുടെ സംസ്കാരവും ആദ്യം നമ്മൾ തന്നെ മനസ്സിലാക്കുകയും അത് കഴിഞ്ഞ് അത് മറ്റുള്ളവരോട് പറയുകയും ചെയ്താൽ അത് വലിയ ഒരു ഉണർവ് നമ്മുടെ സഭയ്ക്കും നമ്മുടെ ക്രിസ്ത്യാനികൾക്കും ഉണ്ടാക്കും. എന്ന് മാത്രമല്ല, ഇപ്പോൾ അമേരിക്കയിലൊക്കെ ചൈനയിൽ നിന്ന് വന്നവരൊക്കെ ചൈനയെക്കുറിച്ച് ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ രാജ്യങ്ങളിൽ നിന്ന് വന്നവരും വളരെ അഭിമാനത്തോടു കൂടി നമ്മുടെ ആളുകൾക്ക് നമ്മളെക്കുറിച്ച് അറിഞ്ഞുകൂടാ അവരത് പറയുന്നു. അതുകൊണ്ട് നമ്മളെക്കുറിച്ച് തന്നെ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ആ അറിവ് പൊതുവേദികളിലൂടെയും സോഷ്യൽ മീഡിയയിൽ കൂടെയും ഒക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ നമുക്ക് അഭിമാനകരമായ ഒരു കാര്യമായിട്ട് അത് തീരും. നമ്മെക്കുറിച്ച് അഭിമാനിക്കാം, മറ്റുള്ളവർ നമ്മളെ കൂടുതൽ ബഹുമാനിക്കുകയും ചെയ്യും. ഇതിപ്പോൾ അഡ്രസ്സില്ലാത്തവരാണ്, സംസ്കാരമില്ലാത്തവരാണ്, വല്ല കള്ളുകൂടിയന്മാരാണ്, ഇതൊക്കെയാണ് നമുക്കുള്ള പ്രധാനമായിട്ടുള്ള വിശേഷണങ്ങൾ. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ക്രിസ്ത്യൻ കോൺട്രിബ്യൂഷൻ ടു നേഷൻ ബിൽഡിംഗ്, അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതിന് ജനങ്ങൾ ഇപ്പോൾ നമ്മൾ കുറച്ച് ചെയ്യുന്നുണ്ട്, നസ്രാണി എന്താ പറയുക ഫൗണ്ടേഷനൊക്കെ, പക്ഷേ സഭ ആധികാരികൾ അത് ചെയ്യണം. അപ്പോഴേ അതിന് ഒരു എളുപ്പമുണ്ടാവുള്ളൂ. നമ്മുടെ ഓർഗനൈസേഷൻസ് ഇഷ്ടം പോലെയുണ്ട്, നമുക്ക് പൈസ ഇഷ്ടം പോലെയുണ്ട്, പഠിപ്പുള്ളവർ ഇഷ്ടം പോലെയുണ്ട്, എല്ലാ രാജ്യത്തും പോയി ഡോക്ടറേറ്റ് എടുത്തവരുണ്ട്. അപ്പോൾ ഈ റിസോഴ്സസ് ഉപയോഗിച്ച് നമ്മുടെ സഭയെക്കുറിച്ച് കുറച്ചും കൂടി പഠിക്കുകയും ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും നമ്മുടെ വിശ്വാസ പരിശീലനത്തിലൊക്കെ ഇത്തരം കാര്യങ്ങൾ കൂടി കാര്യമായി ഉൾപ്പെടുത്തുകയും, നമ്മൾ കുറേ നമസ്കാരങ്ങളൊക്കെ പഠിക്കേണ്ട, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതോടൊപ്പം നമ്മുടെ പൈതൃകം എന്താണ്, നമ്മുടെ ആരാണ്, നമ്മൾ എവിടുത്തുകാരാണ്, നമ്മുടെ പൂർവികരെങ്ങനെയുള്ളവരായിരുന്നു, അവരുടെ സൈനിക സേവനം എങ്ങനെയായിരുന്നു, അവരുടെ മറ്റു മണ്ഡലങ്ങളിലുള്ള സേവനങ്ങൾ എങ്ങനെയായിരുന്നു, ഇതൊക്കെ സ്വയം മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരെ കൂടി മനസ്സിലാക്കിയാൽ നമുക്ക് വലിയൊരു സ്ഥാനമാണ്. ഇതിപ്പോൾ ഇത് പറയണത് മോശമാണെന്ന് എനിക്കറിയാം, വർഗീയമാവാം. അതായത് ശൂദ്രന്മാർക്കാണ് കേരള സംസ്കാരത്തിൻ്റെ ഒരു കസ്റ്റഡി ഇപ്പോൾ ഉള്ളതെന്നാണ് പറയുന്നത്. നമ്പൂതിരിമാർക്ക് പോലുമല്ല, ശൂദ്രന്മാരായ നായന്മാർക്കും അമ്പലവാസികൾക്കുമാണ് എല്ലാ സാംസ്കാരിക കാര്യങ്ങളുടെയും ഒരു ആധിപത്യം കേരളത്തിൽ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? അവരാ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്കുള്ളത് ശൂദ്രന്മാരാണെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ളത് മറ്റുള്ളവരിൽ നിന്നാണ്, അത് സംബന്ധം വഴിയും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇത്രയും നല്ലൊരു പാരമ്പര്യവും ഇത്രയും നല്ലൊരു ചരിത്രവും ഇത്രയും വലിയൊരു പൈതൃകവും ഉണ്ടായിട്ട് അത് നമ്മളാരും വേണ്ട പോലെ പഠിക്കുകയോ പ്രചരിപ്പിക്കുകയോ അതിൽ അഭിമാനം കൊള്ളുകയോ ചെയ്യുന്നില്ല എന്നത് ദയനീയമായ ഒരു കാര്യമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഡോക്ടറേറ്റ് കിട്ടിയതാ? ഓക്കെ, ഇതാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ്. ഇതാണ് സാം ഹിഗ്ഗിംബോധം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ.
എനിക്ക് ഒരു ചക്കാത്ത് ഡോക്ടറേറ്റ് തന്നു. അതാണ് അതിൻ്റെ ചാൻസലറാണ് ഈ അറ്റത്ത് നിൽക്കുന്നത്, ഈ അറ്റത്ത്. ഡോക്ടറേറ്റ് തരുന്ന അവാർഡാണോ? ഡോക്ടറേറ്റ് കിട്ടുന്ന പെൻഷനാണ്. പടമാണ് അവിടെ അലഹബാദ് അലഹബാദ് യൂണിവേഴ്സിറ്റി അല്ല, അലഹബാദ് കിട്ടിയത്.